നല്ല അടിപൊളി സിമ്പിൾ ബീഫ് കറി റെഡിയാക്കാനായിട്ട് ഞാനൊരു 2 കിലോ ബീഫ് എടുത്ത് നുറുക്കി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഒരു ഇടത്തര സവോള നീളത്തിലരിഞ്ഞത്, ഒരു 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു. അതിലോട്ട് 1 സ്പൂണ് വിനെഗറും 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങ് തിരുമ്മി വെച്ചു കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. അത് വേകുമ്പോഴേക്കും നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ചു, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒന്നങ്ങ് ചൂടായപ്പോൾ 2 ഏലക്കായും, ഒരു 3 ഗ്രാമ്പും, ഒരു കഷ്ണം കറുവാപ്പട്ടയും, 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. ഒന്ന് ചൂടായപ്പോൾ അതിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന 2 സവോളയും, 2 തക്കാളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ അതിലോട്ട് ഒന്ന് വഴന്നു കഴിഞ്ഞപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു വിധം ഒന്ന് വഴന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ 3/4 ഭാഗം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ബാക്കിയുള്ള വേവ മസാല ഇട്ട് വെന്തോട്ടെ. അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയോ കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതൊന്നും ചേർത്തില്ല, നമുക്ക് സിമ്പിളായിട്ടുള്ള മസാല ഇതിനുള്ളത്. പക്ഷെ എന്നാലും നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടോ. സിമ്പിൾ ബട്ട് ടേസ്റ്റി.